അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഋജുവായ പാന്താവിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണേ എന്നാണ് ഇന്നലെ നാം വിശദീകരിച്ചത്. സച്ചരിതരും ക്ഷമാശീലരുമായ അമ്പിയാക്കളുടെ ജീവിത വഴിയിലേക്ക് എനിക്കും സഞ്ചരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെടുകയാണ് ഈ സൂക്തത്തിലൂടെ. ഇമാം റാസി റളിയല്ലാഹു അൻഹു മറ്റൊരർത്ഥം പറയുന്നത്, ഇഹ്ദിന എന്നാൽ സബ്ബിത്ന അലൽ ഹിദായത്തില്ലത്തി വഹബ്തഹ, നീ ഔദാര്യമായി നൽകിയ സന്മാർഗത്തിൻ്റെ മേൽ എന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ഓതുമ്പോൾ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം എന്ന ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഓരോ സമയവും നമ്മൾ ഈ സൂക്തം ഓതുമ്പോൾ ആ നൽകിയ ഹിദായത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്നർത്ഥമാണ് കരുതേണ്ടതെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, ഹിദായത്ത് ഞങ്ങൾക്ക് നൽകിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നീ മനശ്ചാഞ്ചല്യം നൽകരുതേ എന്ന് അമ്പിയാക്കളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചിന്തയിൽ ചെറിയ സ്ഖലിതങ്ങൾ വന്നുകൊണ്ട് നിരവധി ആലിമീങ്ങൾക്കും ആബിദീങ്ങൾക്കും മാർഗഭ്രംശം സംഭവിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു അൻ യഖൂല യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രാർത്ഥന വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇത് കണ്ട അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആമന്നാ ബിക വബിമാ ജിഅ്ത ബിക്, അങ്ങ് കൊണ്ടുവന്നതും അങ്ങയെക്കൊള്ളയും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ഫഹൽ തുഖാഫു അലൈന, പിന്നെ ഞങ്ങളുടെ ഈമാൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഭയപ്പെടേണ്ടതുണ്ടോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതേ അനസേ, മനുഷ്യഹൃദയം പൂർണ്ണമായി അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും ഹൃദയത്തിൻ്റെ സ്ഥിരതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിക്കുകയാണ്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്ന ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് സംഘടിത സ്വഭാവത്തിൻ്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അൽ ജമാഅത്തു റഹ്മത്തുൻ വൽ ഫിർഖത്തു അദാബുൻ. സംഘബോധം അനുഗ്രഹമാണ്, ഭിന്നത ശിക്ഷാർഹമാണ്. ഫാത്തിഹയിൽ ഉടനീളം അത്തരം സംഘപ്രയോഗങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അള്ളാഹുവിനെ സ്തുതിച്ചപ്പോൾ എല്ലാവരുടെയും സ്തുതിയാണ് നമ്മുടെ പരാമർശത്തിൽ വന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നു പറഞ്ഞിടത്തും ബഹുവചനമാണ് നമ്മൾ പ്രയോഗിച്ചത്. അള്ളാഹുവിനോട് ഹിദായത്ത് ആവശ്യപ്പെട്ടപ്പോഴും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനാ വചനമാണ് നാം ചോദിച്ചത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ്. ദുനിയാവിലെ നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും മുഅ്മിനീങ്ങളെയും നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ ഖിയാമത്ത് നാളിൽ അവരിൽ നിന്ന് നമ്മെ വേർപിരിക്കുകയില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൻ നിസാ 69 സൂക്തം കാണാം, ഫഉലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവർ അമ്പിയാക്കളോടും നബിമാരോടും ശുഹദാക്കളോടും സിദ്ദീഖീങ്ങളോടും കൂടെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. സിറാത്തുൽ മുസ്തഖീം അഥവാ സൽപാന്താവ് എന്ന പ്രയോഗത്തിനും ചില കാരണങ്ങളുണ്ട്. ദീനുൽ ഇസ്ലാമിലേക്ക് വഴി നടത്തണേ എന്ന് പറയാതെ സൽപാന്താവിലേക്ക് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ താൽപ്പര്യങ്ങളും വ്യക്തമായ ചില പൊരുളുകളുമുണ്ട്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഹിദായത്ത് നിലനിർത്തി തരട്ടെ.
വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.